രാവിലെ മുതൽ നമ്മുടെ ഹൃദയത്തെ പിടിച്ചുലച്ച ചില കാഴ്ചകളും അനുഭവങ്ങളുമാണ് കേരളത്തിൽ നിന്ന് പുറത്തു വരുന്നത്. കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിൽ സമ്പൂർണ്ണമായപ്പോൾ മറ്റ് വൻ നഗരങ്ങളിൽ ഇത് വലിയ പരാജയമായി മാറിയിരുന്നു. കോഴിക്കോട്ട് നിന്നുള്ള റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് നമ്മളെ. സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിക്കെത്തിയ ജീവനക്കാരെ ഭീഷണിപ്പെടുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി തന്നെ പ്രചരിച്ചിരുന്നു. തൊഴിലാളി സംഘടനകൾ റിലയൻസ് സ്ഥാപനങ്ങളിൽ കയറി പ്രതിഷേധിച്ചപ്പോൾ തൊഴിലാളികളോടല്ല അംബാനിയോടാണ് ഞങ്ങളുടെ പ്രതിഷേധം എന്ന് രേഖപ്പെടുത്തിയതായും വാർത്തകളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ അഖിലേന്ത്യാ പണിമുടക്ക് തൊഴിലാളികൾക്കെതിരെയാണോ അതോ മുതലാളിമാർക്ക് വേണ്ടിയാണോ? ഈ ഒരു ആശയക്കുഴപ്പത്തിലാണ് ഇന്ന് സാധാരണക്കാർ ഉള്ളത്. വളരെ കൃത്യമായി പറഞ്ഞാൽ ഈ പണിമുടക്ക് തൊഴിലാളികൾക്കെതിരെ തന്നെയാണ്. അംബാനിയെയും അദാനിയെയും പോലുള്ള വലിയ മുതലാളിമാർ മുതൽ ചെറിയ വ്യവസായികളെ വരെ സഹായിക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണിത്. ഭാരതപ്പുഴയും അഖിലേന്ത്യാ പണിമുടക്കും കേട്ടാൽ വലുതാണെങ്കിലും രണ്ടും കേരളത്തിൽ മാത്രമാണ് സജീവമായി കാണുന്നത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇടതുപക്ഷ യൂണിയനുകൾ എല്ലാ വർഷവും ഫെബ്രുവരിയിൽ ഒരു വാർഷികോത്സവം പോലെ ഈ പണിമുടക്ക് ആഘോഷിക്കാറുണ്ട്. CITU പോലുള്ള യൂണിയനുകൾക്ക് ഇത്തരം പരിപാടികൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. തൊഴിലാളികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കുന്ന ഒരു വലിയ വ്യവസായമാണ് ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനം. ഇതൊരു ദേശീയ പരിപാടിയല്ലെന്നും കേരളത്തിന് പുറത്ത് ഇത് ഒരിടത്തും സംഭവിക്കുന്നില്ല എന്ന രീതിയിലും പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ സമരം? ആർക്കു വേണ്ടിയാണിത്? ഈ സമരത്തിന്റെ ലക്ഷ്യം കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ തൊഴിൽ നയങ്ങൾക്കെതിരെയാണെന്നാണ് സമരക്കാർ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ 30 വർഷമായി ഇടതുപക്ഷ യൂണിയനുകൾക്ക് ഒരൊറ്റ മുദ്രാവാക്യമേ ഉള്ളൂ: